ഗുഡ് മോർണിംഗ്. അങ്ങനെ എണീറ്റ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഇന്ന് കാര്യമായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല, ഒരു ഫ്രീ റിലാക്സ്ഡ് വീക്കെൻഡാ. കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുക. ഇന്ന് ഞാൻ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റേ, കാരണം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി കഴിച്ചു, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ബ്രെഡും ഇന്നലത്തെ കടലക്കറിയാണ് കഴിച്ചത്. നല്ലതായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് എന്താവും, എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഞാൻ റീസെന്റ് മുടി വെട്ടിയായിരുന്നു. മുടി വെട്ടിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കുളിച്ചു. ഇന്നലെ ഞാൻ മുടി കഴുകി. ആക്ച്വലി മുടി കഴുകിയപ്പോൾ കുറച്ചൊരു പിശാശ് പോലെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കത് സെറ്റാക്കി എടുക്കാം. എനിക്ക് ഭയങ്കര പനിയും ഇതൊക്കെ ആയിരുന്നു. ഞാൻ ഷിഫ്റ്റിങ്ങിലൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബോഡി ഭയങ്കര വീക്കായി, പനിയായി, കോൾഡായി, എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുക. നല്ലൊരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ലെറ്റ്സ് സീ എങ്ങനെ പോകുമെന്നുള്ളത്. ഓക്കെ, ബൈ. ഇത് എത്രത്തോളം ഒഡിബിളാന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് സംസാരിക്കാം. സോ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ UK വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. വന്നതും നിന്നതെല്ലാം ഞാൻ ബർമിംഗം ആയിരുന്നു. അപ്പോൾ അത്രയും നാൾ ഞാൻ ബർമിംഗം നിന്നിട്ട് ഇപ്പോൾ വേറൊരു ജോലി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ കറൻ്റ്ലി ഡെർബിഷയറിലാണ്. ഇവിടെയാണ് എനിക്ക് പുതിയ ജോലി കിട്ടിയത്. സോ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയും നാൾ ഞാൻ ഷെയർഡായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇൻ 3 years ദാറ്റ് ഐ എം ലിവിങ് അലോൺ ബൈ മൈ സെൽഫ്. അപ്പോൾ ഷിഫ്റ്റിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ചിന്തയെ പോലും ഇല്ലാതിരുന്നൊരു സാധനമായിരുന്നു വന്ന സമയത്ത്. ബിക്കോസ് ഞാൻ 3 കൊല്ലം അവിടെ തന്നെ ആയത് കാരണം ഐ തോട്ട് മേ ബി ഞാൻ അവിടെ തന്നെ ആയിരിക്കും ഫോർ ദ മേ ബി അനദർ 1 year ഓൾസോ ഞാൻ അവിടെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ലായിരുന്നു, കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മാറി. അപ്പം ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു സ്റ്റുഡിയോ റൂമാണ്. അപ്പോൾ കിച്ചൺ ഇവിടെ, ബെഡ് അവിടെ, ബാത്റൂം അവിടെ, എല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ആണ് നമ്മൾ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഷിഫ്റ്റായി വന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഷിഫ്റ്റിങ്ങിൻ്റെയും പാക്കിങ്, അൺപാക്കിങ്, ഓർഗനൈസിങ്, ഓൺലൈൻ കുറേ സാധനങ്ങൾ ഞാൻ വരുത്തിക്കണമായിരുന്നു. ബിക്കോസ് ഇവിടെ ഓർഗനൈസിങ് സ്പേസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയി വരുന്നേ ഉള്ളൂ. സോ ദ ഹോൾ തിങ് ഇസ് ന്യൂ ടു മീ ആൻഡ് ഐ എം ഗെറ്റിംഗ് അഡ്ജസ്റ്റഡ് ടു ദ സിറ്റുവേഷൻ റൈറ്റ് നൗ. നെക്സ്റ്റ് വീക്ക് മുതലാണ് എനിക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ആവുന്നത്. അതിനുള്ളിൽ എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. സോ ദാറ്റ് ഐ ഗെറ്റ് യൂസ് ടു ദ പ്ലേസ്, the area, shopping areas and stuff. But luckily I got a house next to all the supermarkets, walkable distance to city center, and അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഏരിയയിൽ. അതൊരു സമാധാനം. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ, തൊട്ട് ഓപ്പോസിറ്റ് എനിക്കൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ വൈകുന്നേരം നടക്കാൻ പോകാൻ ഭയങ്കര രസമാണ്. ഇപ്പം സമ്മർ അല്ലേ, അപ്പോൾ സമ്മർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മാറാം. പക്ഷെ ഇപ്പം നല്ല വെതറാണ് ആക്ച്വലി. അപ്പോൾ വെയിൽ കാര്യങ്ങൾ, സൺസെറ്റ് ലേറ്റ് ആവാൻ തുടങ്ങി, ഭയങ്കര രസമാണ് അപ്പോൾ വൈകുന്നേരം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ കുക്കിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാണ്. ഓൾവേസ് ഐ എം ഡൂയിങ് എവറിത്തിങ് റിലേറ്റഡ് ടു ഫുഡ്, ആൻഡ് വെൻ ഐ കം ബാക്ക് ഹോം ഐ ജസ്റ്റ് വോണ്ട് ടു സ്ലീപ്പ് ഓർ ബി ഇൻ മൈ ഓൺ സ്പേസ് ഡൂയിങ് നത്തിങ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയുന്നത്. കുറച്ച് ടഫായിരുന്നു. ബട്ട് ഇപ്പം ഞാനിങ്ങനെ ഓക്കെ, അതുണ്ടാക്കാം ഇതുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഐ ജസ്റ്റ് പുഷ് മൈ സെൽഫ് സോ ദാറ്റ് ഐ ഡോണ്ട് ഫീൽ അലോൺ ഓർ ലൈക്ക് ബോർഡ്. ആൻഡ് ഈ പ്ലേസ് തന്നെ നമുക്കൊരു ഞാനൊരു ഭയങ്കര മോശം അവസ്ഥയിൽ തനിയെ ഒരു മൂലയിൽ ഇരിക്കണു എന്നുള്ളൊരു ഫീലിംഗ് വരാതിരിക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വാക്യൂം ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ലെറ്റ് ക്ലീനിങ്. ഇതാണ് ഞങ്ങളുടെ കോമൺ കിച്ചൺ. ഇവിടെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, ഇവിടെ TV, പുറത്തേക്കൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലോണ്ടറി സ്പേസ് ഉണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. സോ ഞാൻ വാക്യൂം എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കയ്യിൽ സ്റ്റാൻഡും കോപ്പൊന്നുമില്ല, അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാം. ഞാൻ ഓർഗനൈസിങ് സാധനങ്ങളെല്ലാം മേടിച്ചേക്കുന്നത് ടിമ്മു. ഇറ്റ് വാസ് ക്വൈറ്റ് ചീപ്പ്. ആൻഡ് എനിക്ക് ഭയങ്കര സൂപ്പർ ക്വാളിറ്റി സാധനങ്ങളൊന്നും വേണം നിർബന്ധം ഉണ്ടായില്ല. ഇതൊക്കെ അസംബിൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എവിടെയെങ്കിലും വെക്കില്ലല്ലോ, എപ്പോഴും നമ്മൾ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതന്നെ മേടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ഓർഗനൈസിങ് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം.
ഈ കാർപ്പറ്റ് മുടി കുരുങ്ങുന്നതിനും വൃത്തിയായിട്ട ഒരു ഫീലിംഗ് വേറെ ഇല്ല. അത് ബ്രഷ് ഇട്ട് വലിച്ചാലും പോവില്ല, ഈ വാക്യൂം ഇട്ട് വലിച്ചാലും പോവില്ല. അവിടെ ഇങ്ങനെ തങ്ങി തങ്ങി തങ്ങിയിരിക്കും. അങ്ങനെ വലിച്ചാലേ പോകുള്ളൂ. ഭയങ്കര പാടാ. വാക്യൂം എല്ലാം തീർത്തു. കുഞ്ഞി റൂമാണ്, അതുകൊണ്ട് അധികം സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വാസ് പ്രിറ്റി ഈസി. വന്നതിനേലും മച്ച് 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 ബെറ്ററാ. ഇത് ഭയങ്കര ശല്യമായിട്ട് നടക്കുമായിരുന്നു. കുറെ ബോക്സസ്, കുറെ ലഗേജ് ബാഗ്സ്, കുറെ ബാഗ്സ് ഒക്കെ ആയിട്ട് വലിച്ചു വാരി ആകെ മൊത്തം ശോചനീയാവസ്ഥയിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ഹാവ് a lot of things here, you know. അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇനിയുണ്ട്. പാക്ക് ചെയ്ത് മൂവ് ചെയ്ത സമയത്താണ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റഫ് വിത്ത് മീ. ഇത്രയും സാധനങ്ങൾ ഇത്രയും നാളിൽ ഞാൻ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഓൾസോ വെ സേയിങ് ലൈക്ക് നിനക്ക് എന്തുമാത്രം സാധനങ്ങൾ, അതൊന്നും തീരാത്ത. എനിക്ക് തന്നെ അവസാനം ഭ്രാന്താവാൻ തുടങ്ങി. ഞാൻ ചെയ്തിട്ടും തീരുന്നില്ല. ഞാൻ പാക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യാൻ നോക്കുന്നു, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭ്രാന്താവാൻ തുടങ്ങി ലാസ്റ്റ്. ബട്ട് സ്റ്റിൽ സംഹൗ വി ഓൾ ഡിഡ് ഇറ്റ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറെ ഹെൽപ്പ് ചെയ്തു മൂവ് ചെയ്യാനായിട്ട്. കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടാക്കൂലേ, അതുപോലെ എനിക്ക് തോന്നി. എന്നെ കൊണ്ടാക്കി 2 ദിവസം കൂടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. പുതിയ ഒരു തുടക്കത്തിനാണല്ലോ എല്ലാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരുപാട് ഇങ്ങനെ നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും നിർത്തും. എന്നിട്ട് പിന്നെ അടുത്തതിലെ കാര്യം ചെയ്യാം. എനിക്കറിയില്ല, ഭയങ്കര ഇങ്ങനെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. പക്ഷെ കുഴപ്പമില്ല, ആദ്യത്തെ വീഡിയോ അല്ലേ, നോക്കാം. ഇതിനെ കുറച്ച് ചില്ല് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു നല്ല ഓർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ഒരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു വാർത്തയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഡിസപ്പോയിന്റിങ് ആണ്, അറ്റ് ദ സെയിം ടൈം ഹാപ്പിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൺഡേ ആയിരുന്നു കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവര് എന്തോ ഭാഗ്യം കൊണ്ട് എന്നോട് പറഞ്ഞു വെനസ്ഡേ ആണ് കയറേണ്ടതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു, ബിക്കോസ് വിഷു ആണല്ലോ. അപ്പം എന്തായി, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. ഞങ്ങൾ വിഷുവിനുള്ള ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ വിഷുവിനുള്ള സദ്യക്കുള്ള സാധനങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ നാളെ അങ്ങോട്ട് പോയിട്ട് മറ്റന്നാൾ തിരിച്ചു വരും എന്നുള്ള പദ്ധതിയൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. അവർക്ക് തെറ്റിപ്പോയതാണ്, ഞാൻ തിങ്കളാഴ്ച തന്നെയാണ് കയറേണ്ടത്. എൻ്റെ വിഷു പ്ലാൻസ് മുടങ്ങി. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ദിവസമായിട്ട് കയറാമല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് വിഷു ആഘോഷിക്കാൻ പറ്റാത്തതിൽ വൻ സങ്കടമുണ്ട്. അങ്ങനെ ആ പ്ലാൻ മുടങ്ങി. എനിക്കൊരു ടെമുവിൻ്റെ പാഴ്സൽ വന്നിട്ടുണ്ട്, നമുക്ക് അതും തുറക്കാം. ലഞ്ച് കഴിക്കാനായിട്ട് ഇപ്പം സമയം എന്തായി നോക്കട്ടെ, 4 മണി ആയിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിക്കാൻ പോണേ. അപ്പം ടെമു പാക്കേജ് തുറക്കാൻ ഞാൻ എക്സൈറ്റഡാ. ഇവരെന്താ പ്രശ്നം എന്നറിയോ, ടെമുവിൻ്റെ ആൾക്കാർ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ടെമുവിൻ്റെ ആൾക്കാരല്ല പൊതുവെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ വിളിക്കുന്നില്ല. രാവിലെ എങ്ങനെ ആയിരിക്കും നമുക്ക് മെയിൽ അയക്കണം, കൊറിയർ ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഹോൾ ഡേ നമ്മൾ കാത്തിരിക്കും. ഇപ്പോഴാണ് ഇത് വരണം, സാധനം കിട്ടുന്ന ഇപ്പോഴാണ്. സാധനത്തിന്റെ മെയിൽ വരണ രാവിലെയാ. താഴെ സംഭവം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പം അത്രയും നേരം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നോക്കിയിരിക്കണം. എന്നിട്ട് ഞാൻ ഈ സാധനം കണ്ടുപിടിക്കണേ. മെയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോള് വന്നിട്ടില്ല, സാധനം എവിടെയാ. എടിയാ, യൂഷ്വലി അവർ വെക്കാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് ഞാൻ ഡോർ തുറന്ന് പുറത്ത് നോക്കി, ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ബാക്കിലത്തെ കിച്ചൺ ഏരിയയുടെ അവിടെ സാധനം ഇരിക്കുന്നു. ഐ വാസ് സോ കൺഫ്യൂസ്ഡ്. അങ്ങനെ അവിടെ വരെ എത്തി. വാട്ട് എവർ, എനിക്ക് പാക്കേജ് എന്തായാലും കിട്ടി. അതിപ്പോൾ തുറന്ന് നോക്കാം. ഞാൻ കുറച്ചിങ്ങനെ ഓർഗനൈസിങ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഐ എം എക്സൈറ്റഡ്. ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല വിശക്കുന്ന, വായിന്നൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. കഴിച്ചിട്ട് കാണാം. ഹലോ, ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഈ ചില ഓർഗനൈസേഴ്സ് ഇങ്ങനെ കമ്പി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവൂലേ, അപ്പം അതിനധികം കട്ടിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പം അതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പ്രസ്സായിട്ട് ചളിങ്ങിട്ടൊക്കെ ആയിരിക്കും ചില സമയത്ത് വരിക. എന്താ ഓ, ഇത് ഞാനൊരു ഹുക്ക് പോലെ സാധനം മേടിച്ചതാ. ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. അയ്യോ, ഇങ്ങനെയല്ല, സംതിങ് ഇങ്ങനെ എന്തോ. ഓ, ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ അലൂമിനിയം ഫോയില്, പിന്നെ ക്ലിങ് ഫിലിം, പാർച്ച്മെന്റ് പേപ്പർ, അങ്ങനത്തെ റോൾ വന്ന സാധനം, ബിൻ ബാഗ്, ഇങ്ങനത്തെ റോൾസ് ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് ആ ക്യാബിനറ്റ് ഡോറിന്റെ ബാക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത്രയും സ്പേസ് പോകില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ലുട്ടിലൊടുക്കുന്ന സാധനം. അതിന്റെ ഗ്ലൂ ആണ് ഇതൊക്കെ.
അങ്ങനത്തെ ഒരു 2 ഞാൻ മേടിച്ചതെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. 2 തോന്നുന്നു. 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ പറഞ്ഞ ഈ സാധനം. ആക്ച്വലി ഐ ആം എക്സൈറ്റഡ്. ഇത് ഉള്ളി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ തൂക്കാൻ പാകത്തിനുള്ള ഒരു സാധനം. അത് ഞാൻ അവിടെ കിച്ചണിന്റെ സൈഡിൽ ഫിക്സ് ചെയ്യാന്ന് ഓർത്തു. ഇതെല്ലാം ഗ്ലൂവിൽ ഒട്ടിയിരിക്കുന്ന സാധനം ഇരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒട്ടിച്ചോക്കെ. ഇപ്പൊ ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല. ഇതെന്ത് സാധന? എന്തോ ഓർഡർ ചെയ്തതെന്ന് പോലെ എനിക്ക് ഓർമ്മയില്ല. എന്തിനുള്ളതായിരുന്നു? ഓ, ടിഷ്യൂ റോൾ. പക്ഷെ ടിഷ്യൂ റോളിന് ഇത് കട്ടി വലിപ്പം കൂടുതലല്ലേ? ടിഷ്യൂവിന്റെ റോള് നോക്കാട്ടാ, ഓർമ്മയില്ല. ഇത് ഓരോ റാക്കാട്ടോ. ഇതെങ്ങനെ ഒട്ടിക്കണേ? ഇങ്ങനെ തന്നെയാ. കൂൾ. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ റാക്സ് കിട്ടും. ഇതെല്ലാം ജസ്റ്റ് ഒരു ബാക്കപ്പ് പോലെ ഞാൻ എക്സ്ട്രാ മേടിച്ചത്. അതായത് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്പേസ് ഇവിടെ ഇത്തിരി കുറവാ. അതുകൊണ്ട് ഇത് എവിടെ വെച്ചാലും സെറ്റ് ആവാന്ന് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് എങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ടെമോന്ന് ഞാൻ മൊത്തത്തിൽ മേടിച്ചേക്കുന്ന സാധനങ്ങളുടെ നല്ലതും ഫ്ലോപ്പായ സാധനങ്ങളും ഉണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഞാൻ ഒരുമിച്ച് വേറൊരു വീഡിയോ ആക്കി ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കുറച്ച് ചില്ല് ചെയ്യാം. ഞാൻ ഇവിടെ സീരീസ് ഒക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുക. ഇനി കുറച്ച് നമ്മുടെ ഗേൾസിനെ കുറച്ച് കോൾസ് ഒക്കെ ചെയ്ത് കുറച്ച് ചില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തെന്താ, ഡിന്നർ കഴിക്കണം. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തീറ്റ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കൈയും കാലും മണക്കിടാതിരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. എണീക്കുന്നു, കിടക്കുന്നു, കഴിക്കുന്നു, ഇരിക്കുന്നു, TV കാണുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു. ഇത് തന്നെയാണ് എൻ്റെ റുട്ടീൻ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഹൗ ഇറ്റ് വിൽ ടേൺ ഔട്ട്. But still hope you all enjoyed and see you in my next video. Tata, bye bye.